നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ CPM-ൽ താഴെത്തട്ടു മുതൽ തെറ്റുതിരുത്തൽ ചർച്ചകൾ സജീവമാകുമ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയ ആവശ്യങ്ങളും പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന പരാജയത്തിന് കാരണമെന്ന് വിലയിരുത്തൽ ഉണ്ടായിട്ട് പോലും ജനങ്ങളെയും സന്ദർശകരെയും പൂർണ്ണമായി അകറ്റി നിർത്താൻ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിക്ക് പുറമെ വിപുലമായ പുതിയ ഓഫീസ് സമുച്ചയം വേണമെന്ന ആവശ്യമായി പിണറായി വിജയൻ രംഗത്തെത്തുമെന്നാണ് സൂചന. സ്പീക്കർക്ക് കത്തു നൽകാനാണ് ആലോചന. മകൾ വീണ വിജയന്റെ വാടക വീട്ടിൽ നിന്നും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലേക്ക് മാറുമ്പോഴാണ് മുൻഗാമികൾ ആരും ഉന്നയിക്കാത്ത കടുത്ത നിബന്ധനകൾ അദ്ദേഹം മുന്നോട്ട് വെക്കാൻ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിക്ക് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പ്രത്യേക ഓഫീസ് സംവിധാനം ഉള്ളതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും നിയമസഭാ മന്ദിരത്തോട് ചേർന്ന് വിപുലമായ സ്വതന്ത്ര ഓഫീസ് സൗകര്യം വേണമെന്നാണ് പിണറായി വിജയന്റെ പ്രധാന ആവശ്യം. തന്റെ ഔദ്യോഗിക പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും മറ്റ് ജീവനക്കാർക്കും സുഗമമായി ജോലി ചെയ്യുന്നതിനായി MLA ക്വാർട്ടേഴ്സിനോട് ചേർന്ന് പ്രത്യേക സൗകര്യം ഒരുക്കണം. അതായത് കന്റോൺമെന്റ് ഹൌസിൽ പൊതുജനങ്ങളോ സന്ദർശകരോ വരേണ്ടതില്ല എന്നും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി എത്തുന്നവരെല്ലാം പ്രതിപക്ഷ നേതാവിന്റെ പുതിയ ഓഫീസിലേക്ക് വരണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഇത്രയും കാലം പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നവർ ആരും തന്നെ ഉന്നയിക്കാത്ത ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇത്രയും കാലം തങ്ങളുടെ വസതിയിൽ തന്നെയായിരുന്നു ഓഫീസും സന്ദർശക സൗകര്യങ്ങളും ഒക്കെ പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായിരുന്നത് എന്ന ചരിത്രം പിണറായിയുടെ ഈ പുതിയ നിർദ്ദേശത്തോടുകൂടി തിരുത്തപ്പെടുകയാണ്. പൊതുജന സമ്പർക്കം പാർട്ടിയുടെ അന്തകനായി എന്ന് വിലപിക്കുന്ന CPM-ന് ജനങ്ങളെ കന്റോൺമെന്റ് ഹൌസിന്റെ പടിക്ക് പുറത്തു നിർത്താനുള്ള പിണറായിയുടെ ഈ പിടിവാശി വലിയ തിരിച്ചടിയാകുമെന്ന അഭിപ്രായവുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുത്തിപ്പിക്കാനും നീക്കമുണ്ട്. നിലവിൽ മകൾ വീണ വിജയനും മരുമകൻ മുഹമ്മദ് റിയാസും വാടകയ്ക്കെടുത്ത വീട്ടിലാണ് പിണറായി വിജയനും ഭാര്യ കമലയും താമസിക്കുന്നത്. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിനു ശേഷം പിണറായി എവിടെയായിരിക്കും താമസമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരുന്നു. ഇതിനിടെ ഈ വാടക വീടിന് പുറത്തുവെച്ച് റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ഈ വീട് വാർത്തകൾ നിറയുകയും ചെയ്തതിന് പിന്നാലെയാണ് തനിക്ക് കന്റോൺമെന്റ് ഹൌസിലേക്ക് മാറാൻ തടസ്സമായി നിൽക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ നിന്ന് ഒഴിയാത്തതാണ് എന്ന് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ സതീശൻ മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൌസിലേക്ക് മാറുന്നതോടുകൂടി കന്റോൺമെന്റ് ഹൌസിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പിണറായിയും സംഘവും അങ്ങോട്ടേക്ക് പ്രവേശിക്കും. കന്റോൺമെന്റ് ഹൌസിലേക്ക് താമസം മാറുമ്പോൾ പിണറായി വിജയന്റെ പ്രിയപ്പെട്ട വളർത്തുനായ റോബിനും ഒപ്പമുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ വളർത്തുനായയുടെ സൗകര്യവും സുരക്ഷയുമാണ് പിണറായിയെ കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തിച്ചതെന്നാണ് കൗതുകകരമായ കാര്യം. നേരത്തെ AK സെന്ററിന് സമീപമുള്ള ചിന്ത ഫ്ളാറ്റിലേക്ക് പിണറായി മാറുമെന്നാണ് കരുതിയിരുന്നത്. പിണറായിക്കും അതിലായിരുന്നു താല്പര്യം. എന്നാൽ ഫ്ളാറ്റ് സംസ്കാരത്തിൽ വളർത്തുനായ റോബിനെ പരിപാലിക്കുന്നതിനും യഥേഷ്ടം സഞ്ചരിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വലിയ പരിമിതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഔദ്യോഗിക വസതി റെഡിയാകുന്നതുവരെ മകളുടെ വാടക വീട്ടിൽ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചത്. കന്റോൺമെന്റ് ഹൌസിലേക്ക് മാറുമ്പോൾ മകൾ വീണയും റിയാസും വാടക വീട്ടിൽ തന്നെ തുടരാനാണ് സാധ്യത. പിണറായിയും ഭാര്യയും പേഴ്സണൽ സ്റ്റാഫും റോബിനും മാത്രമായിരിക്കും കന്റോൺമെന്റ് ഹൌസിലെ പുതിയ അന്തേവാസികൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാർട്ടി നേതാക്കളുടെ ആഡംബര ജീവിതം ധാർഷ്ട്യവും തിരുത്തണമെന്ന് കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴാണ് മുൻ മുഖ്യമന്ത്രി തന്റെ റോബിൻ എന്ന വളർത്തുനായയുടെ സുരക്ഷയും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഔദ്യോഗിക വസതി ആഗ്രഹിക്കുന്നതും സന്ദർശകരെ കാണാൻ വേറെ ഓഫീസ് വേണമെന്ന് ശാഠ്യം പിടിക്കുന്നതും. ഇത് പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിഭാവനം ചെയ്യുന്ന തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. താഴെത്തട്ടിലുള്ള അണികളോട് ലാളിത്യം പ്രസംഗിക്കുകയും ഉന്നത നേതാക്കൾക്ക് സുഖ സൗകര്യങ്ങൾക്കായി പാർട്ടി സംവിധാനങ്ങളെയും ഖജനാവിനെയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് CPM-നെ കൂടുതൽ ആഴത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.